അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും വരുന്ന പോലത്തെ വീഡിയോ തന്നെയാണ്. ജസ്റ്റ് കറങ്ങാനായിട്ട് ഇറങ്ങി. ഒരു ഞായറാഴ്ച വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫാമിലി മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഉണ്ടായിരുന്നില്ല. ഞാനും ഉമ്മ, എൻ്റെ മോനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കുശുമ്മയുടെ വീട്ടിൽ കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ എൻ്റെ മാമായുടെ ഫാമിലി. ഞങ്ങൾ ഇത്രയും പേര് മാത്രമായിട്ട് ജസ്റ്റ് ഒരു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പോകുന്നത് പള്ളികളിൽ തന്നെയാണ്. കൂടുതലും കറങ്ങാനായിട്ട് പോകുന്നത് എപ്പോഴും ഏതെങ്കിലുമൊക്കെ പള്ളികളിൽ പോകാറുണ്ട്. അവിടെ നിന്ന് നമുക്ക് പറ്റുന്നിടത്തോളം അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ബീച്ചുകളോ കടലുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. ഇതാണ് ഞങ്ങളുടെ എപ്പോഴത്തെയും റുട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനൊരു യാത്ര, കുറച്ച് നാൾ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം എത്രയോ ദിവസത്തിന് ശേഷം, സ്കൂളൊക്കെ തുറന്നതിന് ശേഷം വളരെ കുറവാണ് യാത്ര പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട്, അതും പള്ളിയിലൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പോകാമെന്ന് പറഞ്ഞു. ഒരു ഓട്ടോയിലും ഒരു ടൂ വീലറിലുമായിട്ടാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല സ്പേസുകളുണ്ട് കാണാനായിട്ട്. താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അടുത്ത് ഇങ്ങനൊരു താമരക്കുളം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെയും. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു പ്രത്യേക വൈബാണ് ഫീൽ ചെയ്തത്. ഒരുപാട് നല്ല റോഡൊക്കെയാണ്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ റോഡുകളൊന്നും അത്ര നല്ലതായിരിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ മുന്നോട്ട് വരുന്തോറും നല്ല നല്ല റോഡായിരുന്നു. കടൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ എത്തിയത് ആ പള്ളിയിലാണ്. ഇത് സ്ഥലം വരുന്നത് പനത്തുറ എന്ന് പറയുന്ന സ്ഥലമാണ്, വിഴിഞ്ഞം പോകുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞം പള്ളിയിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയത് തന്നെ ഈ കാണുന്ന കായലിലൂടെ വരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഓട്ടോ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞങ്ങൾ തോണിയിലായിരിക്കും ഇങ്ങോട്ട് വരേണ്ടി വരിക എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നേരെ റോഡ് വഴി അന്വേഷിച്ചും തിരക്കിയും മാപ്പൊക്കെ ഇട്ടാണ് വന്നത്. അപ്പോൾ നേരെ വന്ന് ഞങ്ങൾ നേരെ ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് കായലിൽ കയറാനുള്ള ഒരു അവസരം കിട്ടിയില്ല, തോണിയിൽ കയറാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ എന്തോ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിക്കകത്ത് കയറി ഖബർ സിയാറത്തൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കാണിക്കിടാനുള്ളതൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് ചീരണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കരുതിയത് ഇങ്ങനെ ഒരു പള്ളി ചെറുതായതുകൊണ്ട് അധികം ആളുകൾ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അവിടെ നല്ല ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു സമയമാകുമ്പോഴേക്കും അവിടെ എത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആ പള്ളിയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്കെന്തോ അകത്ത് കയറിയ സമയം മുതലേ താഴോട്ട് പോകുന്നൊരു ഫീലായിരുന്നു. കടലിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാലിങ്ങനെ പോകുന്ന പോലെ താഴോട്ട് പോകുന്നൊരിതാണ്. തിരിച്ചിറങ്ങാൻ നേരത്ത് ഒരു ചെറിയ തലകറക്കമൊക്കെ തോന്നി. എന്താണ് കാര്യം? അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ലോപ്പ് പോലത്തെ ഏരിയ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും എന്തോ ഒരു ഫീൽ കിട്ടി അവിടെ നിന്ന്. അങ്ങനെ കുറച്ച് നേരം എല്ലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ആശ്വസിച്ച് അവിടെ ഇരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് നേരെ നോക്കിയാൽ കടലൊക്കെ കാണാൻ പറ്റും. ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ആ ഒരു കടലും കണ്ടിട്ട് ഞങ്ങൾ നേരെ അടുത്ത കായലിലേക്ക് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, കയറിക്കോ, ഇവിടെ നിന്ന് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതേപോലെ തിരിച്ച് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നവരെല്ലാവരും അതിലേക്ക് കയറുന്നുണ്ട്. കയറാനൊക്കെ കുറച്ച് പേടിയായിരുന്നു. കാരണം ഓരോരുത്തരുടെ വെയിറ്റ് താങ്ങുന്നതിനനുസരിച്ച് തോണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും പേടിയും നോക്കിയൊക്കെ അകത്ത് കയറി. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നല്ല 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 അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കാരണം വൈകിട്ടായതുകൊണ്ട് അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു ചൂടും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമായിരുന്നു. എല്ലാവരും കയറി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവരുടെയൊക്കെ കൂടെ പോകാൻ തന്നെയാണ്. ഫ്രണ്ട്സിനേക്കാളും അല്ലെങ്കിൽ വേറെ ആരെക്കാളും കംഫർട്ടബിളായിട്ട് നമുക്ക് എന്തും പറയാനും എങ്ങനെ പെരുമാറാനും ഒക്കെ പറ്റുന്നത് നമ്മുടെ ഫാമിലിയുടെ ഇടയ്ക്ക് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്ക് അത്രത്തോളം സ്പെഷ്യൽ തന്നെയാണ്. എല്ലാവരും ഇല്ല, പക്ഷേ ഉള്ളവരാരായാലും ആരെ കൂടെ ആയാലും ബോറടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ എല്ലാ ഫാമിലിയിലും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫാമിലി അങ്ങനെയാണ്. ഞങ്ങൾ കുറച്ച് പേര് കൂടിയാൽ പിന്നെ കഥയായി, കാര്യങ്ങളായി. പരസ്പരം കുറ്റം പറയുന്നതൊന്നും അല്ല. ഞങ്ങളുടേതായ കുറേ നല്ല നല്ല കാര്യങ്ങൾ, നിമിഷങ്ങൾ, നമ്മുടേതായ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എല്ലാ ഫാമിലിയിലും ഉള്ള പോലത്തെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ ഫാമിലിയിലും ഉണ്ട്. പക്ഷേ എന്നാലും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അത് കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മനസ്സിൽ വെച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു ഫാമിലിയേ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ പോകാൻ ഇറങ്ങിയാലും നമുക്ക് എല്ലാവരും വേണം എന്നൊരു തോന്നലുണ്ടാകും. ഇപ്പം തന്നെ ഒരുപാട് പേര് വന്നിട്ടില്ല. അപ്പോൾ അവരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമവും നമ്മൾ പറയുന്നുണ്ട്. ശരി, അവരും കൂടെ വേണമായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയും പറഞ്ഞു പറഞ്ഞാണ് ഞങ്ങൾ ഈ കായലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കാരണം ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. കാരണം നമ്മൾ അപ്പുറത്തോ ഇപ്പുറത്തോ കാല് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ എന്നുള്ളതിൻ്റെ ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ അങ്കിളാണ് നല്ല രീതിയിൽ ഞങ്ങളെ കൊണ്ടുപോയത്.
തിരിച്ച് അതുപോലെ അങ്ങോട്ട് കൊണ്ടുവന്നത് ആൾ തന്നെയാണ്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഒരു എൻഡിൽ പോയിട്ട് അവിടെ നിൽക്കുന്ന 2 പേര് ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങനെ പോവാണ്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും നേരെ തിരിച്ച് എവിടെ നിന്നാണോ കയറിയത് അവിടേക്ക് തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളിത് കണ്ടത്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരാളിരുന്നുണ്ട്, തുഴയുന്നുണ്ട്. അങ്ങനെ വിട്ടു കൊടുക്കും. 1 മണിക്കൂറത്തേക്ക് കുറച്ച് പൈസ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും പോയില്ല. ജസ്റ്റ് ഇതിൽ മാത്രം ഇങ്ങനെ കയറി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോയി. അവിടെ എത്തിയതിനു ശേഷം പിന്നെ ഒരുപാട് സമയം ആയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ഒരു പോയിന്റിലെത്തി. ഇവിടെ നിന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ പിന്നെ എന്തായാലും വിഴിഞ്ഞത്ത് പോകാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് കോവളത്ത് പോകണമെന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കോവളത്ത് പോയപ്പോഴും കാലൊന്നും നനയ്ക്കാനോ വെള്ളത്തിൽ കളിക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇപ്പോൾ ഇറക്കാറില്ല, പോലീസൊക്കെ വന്ന് നമ്മളെ മാറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വെറുതെ വേസ്റ്റായി. അവിടെ ചുമ്മാ പോയി മണ്ണിലിരുന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അതുകൊണ്ട് തന്നെ കോവളത്ത് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, സമയം 5:30 അടുപ്പിച്ചൊക്കെ ആയി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എത്തുമ്പോഴേക്കും എന്തായാലും 6 മണിയാവും, എന്തായാലും സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ വിഴിഞ്ഞത്തേക്ക് പോയി. വിഴിഞ്ഞത്തെന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും പോകും. ഇതിന് മുമ്പ് ഒരു വട്ടം മാമാടെ അവിടെ നിന്ന് വന്നപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടെ വിഴിഞ്ഞത്ത് തന്നെയാണ് പോയത്. അപ്പോഴെൻ്റെ ഉമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പോകാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തപ്പോഴേക്കും ഉടനെ ചാടി കയറി. എൻ്റെ മോനും എൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. ഞാനല്ല, ഫുൾ ഓട്ടിച്ചത് എൻ്റെ മാമാടെ മോൻ തന്നെയാണ്. അവനും ഞാനും എൻ്റെ മോനുമായിരുന്നു പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റും ഉണ്ടായിരുന്ന വണ്ടിയിൽ. അവർ പുറകിൽ നിന്ന് ഓട്ടോയിൽ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അടുത്ത പോയത് വിഴിഞ്ഞം പള്ളിയിലാണ്. വിഴിഞ്ഞം പള്ളിയും ഒരു കാണാൻ ഭംഗിയും അല്ലെങ്കിൽ പോകാൻ സന്തോഷമൊക്കെ തോന്നുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. ഭീമാപ്പള്ളി പോലെയും വിഴിഞ്ഞമൊക്കെ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടത് തന്നെയാണ്. ഞങ്ങൾ എവിടെ പോകാൻ ഇറങ്ങിയാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എല്ലാം എത്താറുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മൂന്നാർ, ഊട്ടിയൊക്കെ ആണെങ്കിലും വന്നെത്തുന്ന പ്ലാനിങ് അവസാനിക്കുന്നത് എപ്പോഴും വിഴിഞ്ഞം, ആറ്റിങ്ങരപ്പള്ളി, ഭീമാപ്പള്ളി ഇങ്ങനെയുള്ള പള്ളികളിൽ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. മൂന്നാർ പോവാം, അല്ലെങ്കിൽ ഊട്ടിയിൽ പോവാം, കൊടൈക്കനാൽ പോവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീഗാലാൻഡിലോ ഹാപ്പി ലാൻഡിലോ, അങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്ലാനിങ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ആ പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും പ്രാരാബ്ദങ്ങളും പൈസ ഇല്ലാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും. പക്ഷേ ഞങ്ങൾ ആറ്റിങ്ങരപ്പള്ളി പോകാമെന്നോ അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് പോകാമെന്നോ അല്ലെങ്കിൽ ഭീമാപള്ളി പോകാമെന്നോ പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവത്തില്ല. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഇവിടെ നമുക്ക് പോയിട്ട് വരാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുണ്ട്. പക്ഷെ വേറെ എവിടെ ഇറങ്ങി തിരിച്ചാലും നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ അത്രയും വന്നില്ലെങ്കിലോ, എങ്ങനെ പോവും, എങ്ങനെ നമ്മളതെല്ലാം മാനേജ് ചെയ്യും എന്നൊരു തോട്ട് വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ ചെറിയ യാത്രകൾ വളരെ പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ ഫാമിലിക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഒത്തുചേരുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഒത്തുചേർന്ന് ഒരുമിച്ച് ഇരുന്നിങ്ങനെ സംസാരിക്കാറുണ്ട്. അവിടെ ഞങ്ങൾ ചെറുതാണ് വലുതാണ് എന്നൊരു വലിപ്പച്ചെറുപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഞങ്ങൾ സംസാരിക്കും. അത് കുട്ടികളായാലും ഞങ്ങളുടെ കസിൻസ് ആയാലും ഞങ്ങൾ ഫാമിലിയിലെ വലിയ ആൾക്കാരായാലും എല്ലാവരും. ഇപ്പം മുതിർന്നവരായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ വയസ്സ് കൂടി അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആരും ഇല്ല ഇപ്പോൾ. കാരണം എല്ലാവരും പോയി. ബാക്കി മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുകളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നേരെ വിഴിഞ്ഞത്തെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അതൊന്നും എടുക്കാനും പറ്റത്തില്ലല്ലോ. പക്ഷെ അവിടെ ഒരുപാട് കപ്പലുകൾ അടുക്കിയിട്ടിരിക്കുന്നു. അതൊക്കെ കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ ഓരോ മൊജീറ്റോകൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഷാർജ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളിലോട്ടൊരു പള്ളിയും കൂടെ ഉണ്ട്. അങ്ങോട്ട് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ മീൻ കണ്ടപ്പോൾ ഫാമിലിക്കാർ മൊത്തം മീനിൻ്റെ പുറകെ പോയി. ഞങ്ങൾ കുറച്ച് പിള്ളേർ സെറ്റ് അത്രയും ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. പിന്നെ വെള്ളം നോക്കി അതും ഇതൊക്കെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ നടക്കുന്ന എല്ലാം പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഇപ്പോൾ എപ്പോഴത്തെയും പോലെ കാണക്കം ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ വാങ്ങാൻ പോയത് മീനാണ്. ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ട് തന്നെയാണ് വന്നത്. കണവ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണവ എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ വീഡിയോയിൽ ഫോട്ടോയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരെ കവറിൽ വാങ്ങിച്ചങ്ങ് ഇട്ടു, വണ്ടിക്കകത്തെടുത്തു, വണ്ടി എടുത്തു. ഞങ്ങളിതാ നേരെ പോവാണ്. അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു, അവിടെയും പോയി. അവിടത്തെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ ഞാൻ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. സന്ധ്യയ്ക്ക് നല്ല ദുബായൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകാനായിട്ട് പോയപ്പോൾ ഭയങ്കര ബ്ലോക്ക്. കാരണം എല്ലാവരും വന്നിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോഴും ഞാനും എൻ്റെ മാമായുടെ മോനും എൻ്റെ മോനും വണ്ടിയിലാണ്, 2 വീലറിലാണ്. അവർ ഓട്ടോയിൽ തന്നെയുണ്ട്. പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പരസ്പരം കണ്ടും വണ്ടിയിൽ സംസാരിച്ചും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത്. കാരണം അതൊക്കെ ഒരു രസമാണ്. ഒരുപാട് സ്പീഡൊന്നുമില്ല, ഒരു രീതിയിൽ മയത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് പോകുമ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു എന്ത്? ഞാൻ പറഞ്ഞില്ല, കുറേ ദിവസമായിട്ട് വീട്ടിൽ ഇരിപ്പാണ്, വല്ലപ്പോഴുമാണ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ. നോർമൽ സ്കൂളിൽ കൊണ്ടാക്കുക, വിളിക്കുക, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോവുക, ഇതൊക്കെയാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ട്യൂഷന് പോവുക, ക്ലാസ് എടുക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇത് കഴിഞ്ഞല്ലോ എന്നൊരു തോന്നലാണ്. അപ്പോൾ ഞാനിതിങ്ങനെ അവനോട് പറഞ്ഞപ്പോൾ അവനും തിരിച്ചു പറഞ്ഞു, ശരി തന്നെ, എനിക്കും ഒരു സങ്കടമുണ്ട്. കാരണം നമ്മൾ ഇത്രയും നേരം ആ ഒരു സമയം പെട്ടെന്ന് തീർന്നു.